ഫ്രണ്ട്സ്, വെൽക്കം ടു സിമീസ് നാടൻ കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ടെൻഡർ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ആട്ടോ. ഇത് നല്ല എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. ഇപ്പം നമ്മൾ തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒത്തിരി അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. കരിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ടെൻഡർ കോക്കനട്ട് മിൽക്ക് പുഡിംഗ് ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗാണ്. ഇത് കണ്ടോ, കാണാൻ നല്ലൊരു ഭംഗിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 2 കരിക്ക്, ആദ്യത്തെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2.5 കപ്പ് കരിക്കിൻ്റെ വെള്ളം, കരിക്ക് 1 കപ്പ്, അത് കുഞ്ഞിതായിട്ട് അരിഞ്ഞെടുക്കണം. ജലാറ്റിൻ കലക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തണുത്ത വെള്ളം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർക്കാം. ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി ജലാറ്റിൻ അലിയിച്ചെടുക്കണം. അലിയിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ജലാറ്റിൻ എടുത്ത് വെച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെക്കാം. അപ്പോൾ വെള്ളം ചൂടായിട്ടുണ്ട്. വെച്ചതിന് ശേഷം ഇതൊന്നിങ്ങനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഞാനിതിൻ്റെ അകത്തേക്ക് ഒഴിച്ചേക്കുന്ന വെള്ളം ഐസ് വാട്ടറാണ്. അപ്പോൾ ഐസ് വാട്ടർ ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അലിയിച്ചെടുക്കേണ്ടത്. ആദ്യമേ ചെറുതായിട്ട് ഇങ്ങനെ അലിഞ്ഞു വരുന്നുണ്ട്. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ ഒന്ന് സെറ്റ് ചെയ്യാം. ആദ്യമേ കരിക്കിൻ്റെ വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. കരിക്കിൻ്റെ വെള്ളത്തിൻ്റെ മധുരം അനുസരിച്ചിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. പഞ്ചസാര നന്നായിട്ട് അലിയണം. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തേക്കുന്ന പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കരിക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് ജലാറ്റിൻ ഒഴിക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിക്കാം. നമ്മളിത് സെറ്റ് ചെയ്യുന്ന ബൗളിലേക്കാണ് അത് ഒഴിക്കുന്നത്. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അതൊന്ന് സെറ്റായിട്ട് വരണം. ഈ ലെയർ സെറ്റായതിനു ശേഷമാണ് നമ്മൾ രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കിയിട്ട് ഒഴിക്കാനായിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആകണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലേക്ക് മാറ്റാം. അതല്ലെന്നുണ്ടെങ്കിൽ തട്ടിലേക്ക് വെച്ചാലും മതിയാവും. രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 കപ്പ് പാല്. ഇത് 250 ml കപ്പാണ്. ഇനി പാലൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടിൻ കണ്ടൻസ് മിൽക്ക് ഒഴിക്കാം. ഇത് ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിക്കാം. കണ്ടൻസ് മിൽക്കിന് നല്ല മധുരമുണ്ട്. മധുരം ഉള്ളതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ മധുരമൊന്നും ചേർക്കുന്നില്ല. മധുരം കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യത്തിന് പഞ്ചസാര ചേർക്കാം. ഈ പാലൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് നേരം കൂടി ഇതുപോലെ തിളപ്പിക്കുക. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യുക. ജലാറ്റിൻ കലക്കാൻ വേണ്ടിയിട്ട് 1/2 കപ്പ് തണുത്ത വെള്ളം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജലാറ്റിൻ ചേർക്കാം. ഇത് കുറച്ച് സമയം മാറ്റി വെക്കാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളത്തിൽ നിന്ന് മാറ്റാം. ഇനി സെക്കൻഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാല് തിളപ്പിച്ചായിരുന്നല്ലോ. ആ പാലിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. ഇതിലേക്ക് ജലാറ്റിൻ ചേർക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇത് സെറ്റായിട്ടുണ്ട് കേട്ടോ, ഇളനീരിൻ്റെ ഭാഗം. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പാല് ജലാറ്റിൻ ചേർത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതൊഴിക്കാം. വലിയ പാത്രത്തിൽ നിന്ന് ഞാൻ ചെറിയ പാത്രത്തിലോട്ട് ആക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ടാണ് ചെറിയ പാത്രത്തിലേക്ക് ആക്കിയത്. പിന്നെ അതുമല്ല, ആ പാത്രത്തിലാവുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ സെറ്റ് ചെയ്ത് വരുമ്പോൾ കാണാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ജലാറ്റിൻ അല്ലേ ചേർത്തത്. ജലാറ്റിന് പകരം ചൈന ഗ്രാസും യൂസ് ചെയ്യാം കേട്ടോ. ചൈന ഗ്രാസ് ആകുമ്പോഴത്തേക്ക് നമുക്കത് ഒരു കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ജലാറ്റിൻ ആകുമ്പോൾ അത്രയും സെറ്റായിട്ട് വരത്തില്ല. ഇനി ഇത് ഫ്രീസറിലേക്ക് മാറ്റാം. ഫ്രീസറിൽ വെക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. തട്ടിലാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം സമയം എടുക്കും ഇത് സെറ്റായി കിട്ടാനായിട്ട് കേട്ടോ. ആദ്യമേ പാലിൻ്റെ ലെയർ ചേർത്തതിന് ശേഷം ഇളനീരിൻ്റെ ലെയർ ചേർക്കുവാണെങ്കിൽ കാണാൻ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും കേട്ടോ ഇതിന്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ആ പീസസൊക്കെ മുകളിൽ ഇങ്ങനെ പൊങ്ങി വന്നിരിക്കും. ഇനി ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ എല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിൽ വെച്ചേക്കുന്നത് അടിയിൽ പാലും മുകളിൽ തേങ്ങ വെള്ളം കേട്ടോ ചേർത്തത്. അപ്പോൾ അതിതാ ഇതുപോലെ നല്ല കാണാൻ നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. ആ തേങ്ങയുടെ പീസസൊക്കെ മുകളിൽ പൊങ്ങി വന്നിട്ടുണ്ട്. മറ്റേ ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ തേങ്ങ വെള്ളം ആദ്യം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ ആയിരിക്കും കിടക്കുന്നത്. ആ കരിക്കിൻ്റെ പീസ് അതിൻ്റെ ഇടയ്ക്കാണ് വരുന്നത്. അപ്പോൾ അത്രയും കാണത്തില്ല കേട്ടോ. പാലിൻ്റെ ഇത് മാത്രമേ മുകളിലോട്ട് വരുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുവാണെങ്കിൽ ഈ പുഡിംഗ് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പാൽ ആദ്യം ഒഴിച്ചതിന് ശേഷം കരിക്കിൻ്റെ വെള്ളം മുകളിൽ ഒഴിക്കുക. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും. നല്ല രസമായിട്ട് കാണാനുണ്ട് അല്ലേ.
അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സ് ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്